ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 20-ാം സങ്കീർത്തനമാണ്. 20-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. വിജയത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ദാവീദ് പ്രാർത്ഥിക്കുന്നതായിട്ടല്ല നാം ഇവിടെ കാണുന്നത്. ദാവീദിനു വേണ്ടി, അതായത് രാജാവിനു വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ അത് കാണുന്നത്. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. കഷ്ടകാലം എന്ന് പറയുന്നത് യുദ്ധകാലത്തിനാണ് കഷ്ടകാലമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കഷ്ടകാലത്ത് കൂടുതലായിട്ട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അതായത് യുദ്ധത്തിൽ പല നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ശത്രുവിനെ ജയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ വക കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ജനം തങ്ങളുടെ രാജാവിൻ്റെ ജയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട്. അത് തന്നെയുമല്ല, ദൈവസന്നിധിയിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. അപ്പോൾ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജാവിൻ്റെ ജയത്തിനു വേണ്ടിയും നിരന്തരമായിട്ട് ഹോമയാഗങ്ങളും വഴിപാടുകളുമൊക്കെ അർപ്പിച്ചിരുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നീട് അവർ ദൈവത്തിനെ കൊണ്ട് പറയുകയാണ്, ദൈവം ഞങ്ങളുടെ രാജാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവന് നിറവേറി കൊടുക്കട്ടെ എന്ന്. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ പറയുന്നത്, നമ്മുടെ താല്പര്യങ്ങളൊക്കെ നിവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യട്ടെ എന്നാണ്. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു രാജാവിന് ജയം ലഭിക്കുമെന്നുള്ളത് വളരെ നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയുമല്ല, വേറെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, യഹോവയിൽ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ചിലരാണെങ്കിൽ രഥങ്ങളിലും കുതിരകളിലും ഒക്കെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. അതുപോലെ പിന്നീട് പറയുന്നത്, അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ആരാണ് കുനിഞ്ഞു വീണുപോയത്? രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവരാണ് കുനിഞ്ഞു വീണുപോയത്. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുകയാണ്. വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നത്, യഹോവേ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ എന്നുള്ളത്. ഇപ്പം നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നല്ല ഒരു പ്രാർത്ഥന ചെയ്യാനായിട്ട് പൗലോസ് അപ്പോസ്തലന് തിമോത്തിയോസിനോട് പറയുന്നതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അത് 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്താണിത്. സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. അതായത് രാജാക്കന്മാർക്കും അധികാരത്തിലിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവരുടെ നന്നായി ഭരിച്ചാൽ മാത്രമേ അവരുടെ കീഴിലുള്ള ജനങ്ങൾക്ക് സമൃദ്ധി, നന്മകൾ അനുഭവിക്കാനൊക്കെയുള്ളൂ. അല്ലെങ്കിൽ സമാധാനമായിട്ടൊരു രാജ്യത്ത് പാർക്കണമെങ്കിൽ ചില നല്ല അന്തരീക്ഷങ്ങൾ ആവശ്യമാണ്. അതായത് രാജാക്കന്മാരും ഭരണാധികാരികളും ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ കഠിന ഹൃദയരായിരിക്കരുത്. ഇനി ഈ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും പ്രാർത്ഥിക്കാനായിട്ട് തിമോത്തിയോട് പറയുകയാണ്. എന്താണത്? സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും നമ്മൾ പ്രാർത്ഥിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന്. അതുപോലെ തന്നെ ദൈവത്തെക്കുള്ള കുറിച്ചുള്ള പരിജ്ഞാനം ജനങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളത്. അപ്പോൾ ഭൗതിക നന്മകൾക്കൊപ്പം തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ആത്മീയമായ നന്മകളും ആത്മീയമായ വളർച്ചയും നമുക്ക് ആവശ്യമാണ്. അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ കൺസെപ്റ്റ് എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി
കൊടുത്ത ഒരു ക്രിസ്തുവുണ്ട് നമുക്ക്. ആ ക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിൽക്കുന്നത്. അപ്പോൾ അവനെ നാം തിരിച്ചറിയണം. അവൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് നാം തിരിച്ചറിയണം. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് ഒരുവനുള്ളത് ആരാണ്? നമുക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുവാണ്. അപ്പോൾ ആ ക്രിസ്തുവിനെ നാം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി കാട്ടണം. ക്രിസ്തുവിനെ സ്നേഹിക്കണം. ക്രിസ്തുവിനോട് നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിപ്പാൻ തക്കവണ്ണം അവൻ വലിയവനാകുന്നു. കർത്താവ് തന്നെ എന്താണ് പറഞ്ഞത്? ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് ലഭിക്കും. അതായത് ദൈവിക കാര്യങ്ങൾക്ക് നാം മുൻഗണന കൊടുക്കുമ്പോൾ ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളും നിവർത്തിച്ചു തരുവാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരുണയുള്ള ഒരു ദൈവമാണ്. നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാം നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടിയും നാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതായത് മോശയ്ക്കുള്ള ഒരു വലിയ ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ട് വന്നു. എന്നാൽ വെറുതെ അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയല്ലായിരുന്നു. ഓരോ അവസരത്തിലും ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് പലപ്പോഴും അവരെ ശിക്ഷയിൽ നിന്നും വിടുവിച്ചു കൊണ്ട് വന്ന ഒരു ലീഡറായിരുന്നു മോശ. അങ്ങനെയുള്ള സ്വഭാവം നമ്മളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ.